വന്ന രീതിയിൽ പോകാനും അങ്ങനെ കളറിൻ്റെ എന്താ പറയുക ആ ഇംപ്ലിമെൻറ്റേഷൻ അതാണ് നമ്മുടെ ചിത്രത്തിന് അടുത്തും ആഗ്രഹിക്കുന്നത്. മാഷ ബ്രഷ് എങ്ങനത്തെ ഒരു ബ്രഷാണ്, കുറച്ച് വിലപിടിപ്പുള്ള ബ്രഷാണ്. ആയുധങ്ങൾ നന്നാകുമ്പോൾ പണിയും നന്നാവുമെന്ന് പറഞ്ഞത്. അതേപോലെ നമ്മൾ ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പരമാവധി കളക്ട് ചെയ്യാനുണ്ട്. കളറായാലും ബ്രഷായാലും അത്തരത്തിൽ പൈസ നോക്കാൻ നല്ല സൃഷ്ടികൾ നമുക്ക് ഉണ്ടാക്കാൻ പൈസ ചിലവാക്കിയാൽ അതിൻ്റെ അച്ഛനോട് നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ നിശ്ചിതമായി കൃത്യമായിട്ട് മനസ്സിലാക്കി നിരീക്ഷിക്കുക. നിരീക്ഷണം പറഞ്ഞാൽ ബസ് പാസ് ചെയ്തൊക്കെ പോകുന്നില്ല. ചിത്രം വരെയും ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആർട്ട് മൈൻഡിലുള്ള ആളുകൾ അതിനെ കാണുക. ഒരു ബസ്, നീല ബസ് പോയി ആ ബസ്സിൽ ആളുകൾ ഇരുത്തം നോക്കും. ചിലർ ഉറങ്ങുന്നുണ്ടാവും, ചിലർ മൊബൈൽ കളിക്കുന്നുണ്ടാവും, ചിലർ തുപ്പലകളിലേക്ക് നിന്ന് എത്തിക്കുന്നുണ്ടാവും, ചിലർ ചാരി ഉറങ്ങുന്നുണ്ടാവും, ചിലർ പ്രണയം ഉണ്ടാവും, കാമുകി ഉണ്ടാവും. ബസ് ഡ്രൈവർ ചിലപ്പോൾ സ്റ്റൈലായിട്ട് വരികയും ഗിയറെല്ലാം മുറിച്ച് കൊട്ടയും സ്റ്റെറിങ്ങെല്ലാം മുറിച്ച് സ്റ്റൈലായിട്ട് പോകുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അയാൾ മുടിയിലൊന്നും തട്ടുന്നുണ്ടാവും. അങ്ങനെ ഇതെല്ലാം നമ്മൾ കാണണം. ആ കാഴ്ച അതാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ ഒരു ബസ് പോകുമ്പോൾ ആദ്യത്തെ ബസ് കാലാവസ്ഥ പോയി നോക്കുക. പക്ഷെ നമ്മൾ അതിൻ്റെ ഇന്നറിലേക്ക് കടന്നിട്ട് അത് നോട്ടം മാത്രം പോരാ, അത് ഫീൽ ചെയ്തു. പിന്നെ അപ്പം എങ്ങനെ ഒരു മത്സരം ഒന്നും വരിക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ചിത്രം വരേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇതെല്ലാം ഓർമ്മ എന്നിട്ട് നമുക്ക് മനസ്സിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിന് വേണ്ട അത്യാവശ്യമാണ് വായന, നിരീക്ഷണം മാത്രം വരാം. അത് നമുക്കിവിടെ ഫീൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിത്രകാരന്മാർ പണ്ട് കണ്ട കാര്യങ്ങൾ ഇപ്പം വരക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം 20 കൊല്ലം 50 കൊല്ലം വരക്കാൻ കഴിയും. അങ്ങനെ ബ്രെയിൻ ഭാഗത്ത്